വണക്കം. അങ്ങനെ അവരിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അവരിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചവിട്ടി പുറത്താക്കി രാജ്യത്തെ ഫാസിസത്തിൽ നിന്നും മുക്തമാക്കാനായി, അമിത്ഷായെ കെട്ടുകെട്ടിക്കാനായി അവരിറങ്ങിയിരിക്കുകയാണ്. BJPക്ക് ബദലായി അവരിതാ ഒരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞു. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ കൂറ, അതായത് കൂറകളുടെ ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി അവർ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ കൂറകളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചവിട്ടി പുറത്താക്കുമെന്നാണ് ഇവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതൊക്കെ എത്ര കണ്ടതാണെന്ന്. ഈ വടിവേലുവിൻ്റെ പോക്കിരി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, വിജയനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പോക്കിരി സിനിമയിൽ വടിവേലു അസിനെ ചേസ് ചെയ്യുന്നൊരു സീനുണ്ട്. അസിനെ എവിടെ ചേസ് ചെയ്താലും വടിവേലു പർദ്ദ ഇട്ടുകൊണ്ട് വന്നാലും വിജയുടെ ഗ്യാങ് അവനെ പിടിച്ച് മൂട്ടിൽ ഇടിയും കൊടുത്ത് പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വടിവേലു ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചോദിക്കും, ഞാനും വിവിധ ഗെറ്റപ്പ് പോട്ട് വരെ എപ്പോഴാണ് കണ്ടുപിടിக்கிறீங்க എന്നൊക്കെ വടിവേലു ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഞാൻ വിവിധ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് വല്ല, നീയൊക്കെ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത്? പർദ്ദ വരെ ഇട്ടുകൊണ്ടാണ് ഞാൻ വല്ലത്, എന്നിട്ട് നീയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തൻ പറയും, ബാഡി സോഡ എന്നാണ് വടിവേലിൻ്റെ പേര്. അതിനകത്ത് ഇവൻ കുങ്ഫു മാസ്റ്ററാണ്. അതിനകത്ത് ഇവൻ്റെ തലയിലൊരു കൊണ്ട വെച്ചിരിക്കും, ഈ ഷാവലിൻ മോങ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് പോലെ. ആ കൊണ്ട ഇവ എടുത്ത് മാറ്റൂല, പർദ്ദ ഇട്ടുകൊണ്ട് വന്നാൽ ആ കൊണ്ട അതുപോലെ ഇരിക്കും. അപ്പോൾ ഇവനെ വളരെ ഈസിയാണ് കണ്ടുപിടിക്കുക. അതുപോലെയാണ് ഇവിടെയുള്ള ഇതുപോലുള്ള ഊളകളുടെ ഒക്കെ കാര്യമെന്ന് പറയുന്നത്, അതായത് ഇതുപോലുള്ള കൂറകളുടെ കാര്യമെന്നൊക്കെ പറയുന്നത്. ആദ്യം ഇവന്മാരൊക്കെ സോനം വാങ്ചുക്കുമായിട്ട് വന്നു. നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു ലാഞ്ചന, അങ്ങനെ ലഡാക്കിലൊരു ജൻസി കലാപം ഉണ്ടാക്കി നടന്നു. അവൻ്റെ പൊക്കിളുമൊക്കെ ഒരു കുത്തും കൊടുത്ത് നേരെ എടുത്ത് അകത്തിട്ട് അവൻ്റെ ഭാര്യ ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കണം, എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നുപോയി. അതിനുശേഷം രാജ്യത്തെ എയർ പൊല്യൂഷനാണല്ലോ, ഡൽഹിയിലൊക്കെ ഭയങ്കര എയർ പൊല്യൂഷനാണ്. ഈ എയർ പൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, ഒരു NGO ഒക്കെ രൂപീകരിച്ച് ഒരു പാരിസ്ഥിതിക സംഘടന, അത്രയേ ഉള്ളൂ, ഒരു പാരിസ്ഥിതിക സംഘടനയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ പ്ലക്കാർഡും ഇതൊക്കെ പിടിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയൊരു പ്രതിഷേധം എന്ന് പറഞ്ഞൊരു ടീം വന്നു. ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് വന്ന ടീം, ആ പ്ലക്കാർഡിനകത്ത് പറയുന്നത് നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളുമാണ്. ഒന്നും നോക്കിയില്ല, ഡൽഹി പോലീസ് ഇവന്മാരെല്ലാം അണ്ടം വലിച്ച് കീറി എണ്ണയും പിണ്ണാക്കും രണ്ടാക്കി എടുത്ത് അകത്തിടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഇതാ പുതിയൊരു ഐറ്റം കൊണ്ട് വന്നിരിക്കുകയാണ്, CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. രാജ്യത്തെ ജൻസികളെല്ലാം അയ്യോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവിടെയുള്ള ജൻസികൾക്ക് ഇരിക്കാൻ പാടില്ല, അതുകൊണ്ട് ജൻസികളെല്ലാം കൂടെ ഇപ്പോൾ ഈ സർക്കാരിനെ മറിച്ചിടാൻ പോവുകയാണ്. അങ്ങോട്ട് ബംഗ്ലാദേശിലേക്ക് നോക്കൂ, ബംഗ്ലാദേശിൽ നിങ്ങൾ കണ്ടില്ലേ ആ ജൻസികളെല്ലാം കൂടെ അവരെ മറിച്ചിട്ടത്? അങ്ങോട്ട് നേപ്പാളിലേക്ക് നോക്കൂ, നേപ്പാളിൽ നേപ്പാളിൽ അവിടെ മറിച്ചിട്ടൊന്നുമില്ല, നേപ്പാളിൽ മറിച്ചിട്ടില്ല. നേപ്പാളിൽ ഇപ്പോൾ നല്ലൊരു ഭരണമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മറിച്ചിട്ടെന്ന് പറയുന്നത്, പിന്നെ വേറെ പല രാജ്യങ്ങളും ജൻസി കലാപം നടന്നു, പക്ഷേ അവിടെ ഒന്നും മറിച്ചിട്ടില്ല. ബംഗ്ലാദേശിൽ മറിച്ചിട്ടു, കാരണം ബംഗ്ലാദേശിൽ മതമാണല്ലോ പ്രശ്നം. ഈ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്നവന്മാർക്കിടയിൽ മറിച്ചിടാനും തിരിച്ചിടാനും എടുത്ത് കമത്തി ഇടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ മറിച്ചിടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ജൻസി കലാപം ഇങ്ങോട്ടേക്കും കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ ചീഫ് ജസ്റ്റിസ്, നമ്മുടെ കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും പിന്നെ നമ്മുടെ അംബേദ്കറൈറ്റ്സുകളും എല്ലാം വളരെ ആദരണീയനായി കാണേണ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം നടത്തുന്ന പ്രസ്താവന രാജ്യത്തെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ടീമുണ്ടല്ലോ, അതായത് ഈ രാജ്യത്തെ ഈ ജൻസി എന്നല്ല അൺഎംപ്ലോയ്മെൻറ്റ് ടീം, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. യവന്മാരെല്ലാം ഈ കൂറകളെ പോലെയാണ്, ചുമ്മാ ഫോണും ഞോണ്ടി ഇങ്ങനെ ഇരിക്കും, ഒരു ജോലിക്കും പോവില്ല, കൂലിക്കും പോവില്ല, ചുമ്മാ തിന്ന് പൂണിയും വീപ്പിച്ച് ജോലിയും കൂലിയും ഉണ്ടാകുന്ന പോലും ഇവന്മാർ അന്വേഷിക്കാൻ പോലും ഇറങ്ങൂലെന്ന്. അപ്പം ചോദിച്ചാൽ പറയും, ഇവന്മാരൊക്കെ ചോദിച്ചാൽ പറയും, നീ എന്തിന് പഠിച്ചത്? ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എടേ വല്ല ജോലിയും തപ്പടാ, എനിക്ക് ഇവിടുത്തെ ജോലിയൊന്നും പറ്റില്ല, എനിക്ക് 10 ലക്ഷം രൂപ സാലറി ഉള്ള ജോലി തന്നെ വേണം, അതിലോട്ട് നമുക്ക് എത്താം. ആദ്യം 10,000 രൂപയുള്ള ജോലി നീ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിങ്ങനെ സ്ക്രോളും ചെയ്തിരിക്കുകയാണ് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്, ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഒരു നിഷ്പക്ഷനായിട്ടുള്ള യുവാവിൻ്റെ പേരാണ് അഭിജിത്ത് ദീപ് കെ. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി അങ്ങ് അമേരിക്കയിലാണ്. അപ്പോൾ ഈ അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഈ അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന നിഷ്പക്ഷനാണ്, പക്ഷേ നേരത്തെ ആം ആദ്മി പാർട്ടിയിലുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ കെജ്രിവാളിനെ ഉയർത്താനും താഴ്ത്താനും ഒക്കെ നിന്നൊരു വ്യക്തിയാണ് ഈ അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭിജിത്ത് ദീപ് കെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി ഉള്ള വ്യക്തി എന്ത് ചെയ്തു, ഇത് തന്നെ പറ്റിയതാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവ എന്ത് ചെയ്തു, ഇവനാണെങ്കിൽ ഈ സാധനം എടുത്ത് നേരെ ഇവൻ്റെ സോഷ്യൽ മീഡിയയിലിട്ടു, എക്സ് അക്കൗണ്ടിലിട്ടു. ഇവൻ്റെ ഒരു എക്സ് അക്കൗണ്ടിൽ ഇതിട്ടപ്പോൾ
മണിക്കൂറുകൾക്കകം യവന് വലിയ പിന്തുണ. അതായത് ഇവൻ പറഞ്ഞത് സർവ്വലോക കൂറകളെ സംഘടിക്കുവിൻ, നമ്മളെ കൂറകളെന്ന് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവൻ പോസ്റ്റ് ഇട്ടത്. അങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം സർവ്വലോക കൂറകളും സംഘടിക്കുന്നു എന്ന് പറഞ്ഞ് ഇവൻ കുറച്ച് ദിവസത്തിനകം ഇവൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ടിൽ ഇപ്പോൾ 15 മില്യൺ ഫോളോവേഴ്സ് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാൻ കാണൂല. അല്ലെങ്കിൽ ഞാൻ വല്ല മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും 10 ലൈക്കെങ്കിലും കിട്ടും. പക്ഷേ ഞാനൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ യവൻ ആർക്കും അറിഞ്ഞും കൂടാ. യവൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ രാജ്യത്തെ എല്ലാ ജൻസികളും സംഘടിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. അതായത് മണിക്കൂറുകൾക്കകം ലൈക്കുകൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അല്ലെ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇവിടെ BBC പോലും വർഷാവർഷം ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് ഓരോ വാർത്തകൾ കൊണ്ടുവന്ന് വ്യൂസ് ഉണ്ടാക്കിയിട്ട് അവന്മാർക്കില്ല ഇത്. അപ്പോഴാണ് ഇവർ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ അത്ര വലിയ ഫെയിം ആയതുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ്, ഇത് ജൻസികളുടെ ഒരു സംഭവമാണെന്നത്. ഇത് ജൻസികൾ വന്നങ്ങ് കുമിഞ്ഞ് കൂടെയാണ്. ജൻസികൾ ഇങ്ങനെ കാണ്ടമായിട്ട് കിടക്കുകയല്ലേ മോദി വിരുദ്ധരായിട്ടുള്ള. അപ്പോൾ അവരെല്ലാം വന്ന് ലൈക്ക് ചെയ്ത് മരിക്കണം എന്നാണ് ഈ അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഇനി അഭിജിത്ത് ദീപ്കെ അണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ടാമതെത്തുന്നത്, കേരളത്തിലോട്ട് ഞാൻ വരാം, അതവിടെ നിൽക്കട്ടെ. രണ്ടാമതെത്തുന്നത് ഓഫ് കോഴ്സ് അവൻ തന്നെ, നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്. 2 പെഡിഗ്രി ഉണ്ടെങ്കിൽ എടുത്തിട്ട് കൊടുക്കുക. ധ്രുവ് റാഠി എന്ന് പറയുന്ന അവനാണ്. അവൻ എത്തിയിട്ട് അവൻ ഒരു ആഹ്വാനം നടത്തുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്ലീൻ ചെയ്യുക. അതിന് നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അടുത്ത് തോട്ടിലെറിയണം എന്ന് പറഞ്ഞ് ഈ റിവോൾട്ട് ഉണ്ടാക്കാനുള്ളൊരു തീപ്പൊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവനൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും അങ്ങനെ യവന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ഈ CJP എന്ന് പറയുന്ന യവന്മാർക്ക് ഒരു പാർട്ടിയായി. ആ പാർട്ടിക്കകത്ത് യവന്മാർ മറ്റേ ബ്രോഷറൊക്കെ അടിച്ചിറക്കി. ബ്രോഷറിൽ യവന്മാർക്ക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻസ് മാത്രമല്ല, യവന്മാർ അതിനകത്ത് പറയുന്ന വേറെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ CJP എന്ന് പറയുന്ന പാർട്ടി ഒരു നിഷ്പക്ഷ പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ച് എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ CJP എന്ന് പറയുന്ന പാർട്ടിയിൽ വന്ന് ഈ അഭിജിത്ത് ദീപ്കെ ഇത് ഫൗണ്ടറാണല്ലോ. അപ്പോൾ ഇവനെപ്പറ്റി ഈ 2019 ഈ നമ്മുടെ ഈ പൂനെ പോലീസ് റെക്കോർഡ്സിൽ ഒരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു. പൂനെ പോലീസ് 2019 എഴുതിയാണ്. 2026 അവൻ പാർട്ടി കൊണ്ടുവരില്ല. അന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇവൻ ഇന്ന് പാർട്ടി കൊണ്ടുവരുമെന്ന്. എന്തായാലും 2019 പൂനെ പോലീസ് റെക്കോർഡ്സിലുള്ളത് ഈ വേട്ടാവളിയൻ അഭിജിത്ത് ദീപ്കെ ഇവൻ ഈ ISI പെയ്ഡ് അസറ്റ് പുഷിങ് പാകിസ്ഥാൻ കശ്മീർ നെറേറ്റീവിൻ്റെ ഒരു ഏജൻറ്റാണ്. അതായത് ISI പാകിസ്ഥാൻ ചാര സംഘടനയുണ്ടല്ലോ. ഈ പാകിസ്ഥാൻ ചാര സംഘടന ഇവിടെ കശ്മീർ 2019 നമ്മുടെ ഈ കശ്മീരിൻ്റെ 370 റദ്ദാക്കിയത്. അവിടെയുള്ള ജനങ്ങളെ ഇളക്കി വിടാനായിട്ട് ഈ കശ്മീർ ഈ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് തെളിയിക്കാനായിട്ട് അവന്മാർ ഇതിനകത്ത് നറേഷൻ പുഷ് ചെയ്യും. അതാണ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. നറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ കാണുന്ന സാധനങ്ങൾ നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് ഫീഡാവും. അങ്ങനെയാണല്ലോ ഈ വിജയൊക്കെ അധികാരത്തിൽ വരുന്നത്. സിനിമയിലൂടെയൊക്കെയാണല്ലോ വരുന്നത്. സിനിമയായിട്ട് കാണൂ ശോധന എന്ന് അപ്പുറത്തുള്ളവന്മാർ പറയും. പക്ഷേ അവന്മാർ സിനിമയിലൂടെ ഇതൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഇലക്ട്രോണിക് മീഡിയയിലൂടെയും മറ്റിലൂടെയും ഈ കശ്മീർ എന്ന് പറയുന്നത് ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്, പ്രോസിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്, അവരെ ചുട്ട് തിന്നാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവ് പുഷ് ചെയ്യണം എന്ന് പാകിസ്ഥാൻ്റെ ISI ഏർപ്പെടുത്തിയ ആ ഒരു സെറ്റപ്പിൽ യവനുണ്ട് എന്ന് അന്ന് പൂനെ പോലീസ് ഒരു FIR യവനെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അന്തക്കാലം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അരവിന്ദ് കെജ്രിവാൾ താഴെ ഇറങ്ങി. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറിയാലോ മറ്റേ മദ്യ കച്ചവടത്തിൽ ഈ സെറ്റപ്പൊക്കെ വന്ന് അരവിന്ദ് കെജ്രിവാൾ അഴിമതി വീരനായി പുറത്തു പോയി. ഇപ്പോൾ BJP ഡൽഹി ഭരിക്കുന്നു. യവനാണെങ്കിൽ USA കടന്നു കളയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യവൻ അവിടെ ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. CJI എന്ന് പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ട് ഇവൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതൊരു കാര്യം. ഇനി ഇതിനകത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ സുഡാപ്പികളുണ്ടല്ലോ, SDPI, ഇവന്മാർ ഒരു യൂത്ത് ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞോ, യൂത്ത് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞോ എന്തോ, ഈ യൂത്തന്മാരെ മുഴുവൻ സംഘടിപ്പിക്കാനുള്ള, അവന്മാർക്കുള്ളിൽ സംഘടിപ്പിക്കാനുള്ള, രാജ്യത്തെ ജൻസികൾ സംഘടിപ്പിക്കാനുള്ള ഒരു സാധനം, ഒരു പാർട്ടി അല്ലെങ്കിൽ അവന്മാരുടെ ഒരു വിങ് തുടങ്ങിയിട്ടുണ്ട്. CPIM-ലും അവന്മാരുടെ ഒരു വിങ് അതുപോലെ തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് മെയ് 16 പാർട്ടി വരുന്നു. മെയ് 14 മുമ്പ് അരവിന്ദ് കെജ്രിവാൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വന്നിട്ട് പറയുകയാണ് രാജ്യത്തെ ജൻസികളെ നമുക്ക് തെരുവിലിറക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനൊരു കാര്യം പറയാം. ഈ സൂര്യകാന്ത് എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രസ്താവനയിൽ
പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വേറെ ഏതെങ്കിലും സംഭവ വികാസത്തിൽ പിടിച്ചുകൊണ്ടോ എവിടെയെങ്കിലും നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവ വികാസത്തിൽ പിടിച്ചുകൊണ്ടോ ഏമാർ എന്ത് ചെയ്യും? ഏമാർ ഈ മൂവ്മെൻറ്റുമായിട്ട് മുമ്പിലോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഇത് അടുത്ത വിഷയം. ഇനി ഇതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന ശേഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് മോദിക്കെതിരെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ, അതായത് മോദിക്കെതിരെ ഏവനെങ്കിലും കവട്ടയം കളിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഓടിക്കയറിക്കുമോ എന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ ഓടി അതിനകത്ത് കയറും. ഫോർ എക്സാമ്പിൾ, നരേന്ദ്രമോദി വന്ന് നോട്ട് നിരോധനം നടത്തി. കള്ളപ്പണക്കാർക്ക് മൊത്തം തിരിച്ചടി. അവന്മാർക്ക് മിണ്ടാൻ പറ്റില്ല, അവന്മാർ മിണ്ടാതെ അണഞ്ഞിരിക്കും. ആ നോട്ട് നിരോധനം നടത്തിയ ശേഷം പിന്നീട് GST കൊണ്ടുവന്നു. ഈ ടാക്സ് വെട്ടിക്കുന്നവന്മാർക്ക് തിരിച്ചടി. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിൽ 370 റദ്ദാക്കി, മുത്തലാഖ് നിരോധിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴെല്ലാം തന്നെയും മിണ്ടാതെ ഇരിക്കുന്ന യുവന്മാർ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധിക്കാൻ പറ്റേ, അപ്പോൾ കാണാടാ വരുന്ന പൗരത്വ നിയമം എന്ന് പറഞ്ഞൊരു സാധനം. കൊള്ളാം, ഇത് തന്നെ പറ്റിയ സമയം എന്ന് പറഞ്ഞ് യുവന്മാരെല്ലാം കൂടെ ഓടി അതിനകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫണ്ട് മേടിച്ച് യവന്മാരെല്ലാം കൂടെ പൗരത്വ ഭേദഗതി നിയമ പ്രതിഷേധം എന്ന് പറഞ്ഞ് ഇതിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യവന്മാരെല്ലാം കൂടെ അത് പുഷ് ചെയ്തു. ആടിച്ചൊതുക്കി ചുരുട്ടിക്കൂട്ടി ചാക്കി കെട്ടി. അത് കഴിഞ്ഞ് യവന്മാർക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ കർഷക സമരം എന്ന് പറഞ്ഞൊരു സമരം ദാ കിടക്കുന്നു. യവന്മാരെല്ലാം കൂടെ ഓടി അതിനകത്തോട്ട് കയറി. എനിക്ക് മനസ്സിലാവാത്ത, നിനക്കൊക്കെ എന്തെങ്കിലും പ്രതിഷേധിക്കണമെങ്കിൽ തനിയെ പ്രതിഷേധിക്കുക. നീയൊക്കെ പോയി അതിനകത്ത് കയറുന്നത് കൊണ്ടാണ് ഇനി ആ സമരം ന്യായമാണെങ്കിൽ പോലും അത് പരാജയപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ വിജയിക്കാത്തത്. ന്യായമായിട്ടുള്ളൊരു സമരത്തിൻ്റെ ഇടയിൽ ഓടിക്കയറരുത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഓടി അതിനകത്ത് കയറി ചാടിപ്പിടിച്ച് ഞങ്ങൾ കൊണ്ടുകൂടാന്ന് പറയും. ഇങ്ങനെ നോക്കുമ്പോഴേ നീ മറ്റവനല്ലേടേ, നീ യവനല്ലേടേ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കർഷക സമരം എന്ന് പറഞ്ഞ് നേരെ ചെങ്കോട്ടയുടെ മോളിൽ കയറി ആ ചെങ്കോട്ടയുടെ കുറേ ഖലിസ്ഥാൻ തീവ്രവാദികൾ അവന്മാർക്കിട്ടും കൊട്ടുകൊടുത്തു. ചെങ്കോട്ടയുടെ മോളിൽ കയറി അവിടെ നിന്ന് ഇന്ത്യൻ പതാകയും വലിച്ചു താഴ്ത്തി ഖലിസ്ഥാൻ പതാക ഉയർത്തിയിട്ട് വാള് ഊരി വെച്ച് ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കുകയാണ്. ആ ഫോട്ടോയാണ് മനോരമയിൽ കഴിഞ്ഞ ദിവസം വന്നത്. എന്നിട്ട് കേരളത്തിൽ പറയുന്നതോ കർഷക സമരം എന്നാണ് കേരളത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ഓടിക്കേറിക്കോണം എന്ന് പറഞ്ഞ് ചെയ്യരുത്. അവരെന്തെങ്കിലും സമരം നടത്തുന്നുണ്ടെങ്കിൽ അവർ നടത്തിക്കോട്ടെ. അതിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിൽ അവർ വിജയിപ്പിച്ചോട്ടെ. അതൊന്ന് മോദിക്കെതിരെ ഒരു സമരമെങ്കിലും അവർ വിജയിപ്പിച്ചോട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയാനുള്ളത്, ഇനി ഈ പാർട്ടി ഉണ്ടല്ലോ, CJP എന്ന് പറയുന്ന പാർട്ടി, ഇതിനിപ്പം ഏകദേശം 19 മില്യൺ ഫോളോവേഴ്സാണുള്ളത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ 19 മില്യൺ ഫോളോവേഴ്സിനെയും നമ്മളൊന്ന് ഡിസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 50% ഫോളോവേഴ്സും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത് അമേരിക്ക, USA 14% ഫോളോവേഴ്സ്. മൂന്നാമത് ബംഗ്ലാദേശ് 14% ഫോളോവേഴ്സ്. വെറും 9% ഇന്ത്യൻ ആൾക്കാരാണ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. ദാ നടക്കുന്ന അരിമണ്ണ. അങ്ങനെയായി കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും താണ്ട ആ അക്കൗണ്ടിലോട്ടൊന്ന് ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പാകിസ്ഥാനി ഹാൻഡിലുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും പതിയിരിക്കുന്ന കുറേ വേട്ടാവളിയന്മാർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഞങ്ങളിപ്പോൾ താത്തിക്കളയും മലത്തിക്കളയും പുളുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട് കിടന്ന് പൊളയ്ക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പൊളിറ്റിക്സ് വേറെ, റിയാലിറ്റി വേറെ. ഈ ട്രോൾ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് പോലെയല്ല റിയാലിറ്റിയിൽ ഇറങ്ങി കളിക്കുന്നത്. രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി ആയെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ രാഹുൽ ഗാന്ധി പെട്രോളിന് വില കൂട്ടുന്നു, ഇന്ത്യ മറ്റേ ഡോളറിൻ്റെ മറ്റേ സാധനം മൂല്യം ഇടിഞ്ഞ് താഴെ പോകുന്നു, ഇന്ത്യയുടെ പൈസയുടെ ഇടിഞ്ഞ് താഴെ പോകുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇതിന് സൊല്യൂഷൻ പറയുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ രാജ്യത്തിൻ്റെ മുമ്പിൽ വന്ന് നരേന്ദ്രമോദിക്ക് എനിക്കൊരു സൊല്യൂഷനുണ്ട്, ഇത് അദ്ദേഹം ചെയ്തു നോക്കൂ, കറക്റ്റാവും എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അത് പറയാത്തത് കൊണ്ടാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിരുന്ന് വലിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവർ ഇപ്പോൾ ഉള്ള ഈ യുദ്ധത്തിൻ്റെ സിറ്റുവേഷനിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ CJP എന്ന് പറയുന്ന പാർട്ടിക്ക് എല്ലാവിധ ആദരാഞ്ജലികളും ബാഷ്പാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റേ അവനുണ്ടല്ലോ USA ഇരിക്കുന്ന വേട്ടാവളിയൻ, അവൻ എത്രയും പെട്ടെന്ന് നല്ല പണി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.